അരവിന്ദ് ബ്രോ നമസ്കാരം. നമസ്കാരം. ഫാദർ ആയിരിക്കും അല്ലേ? അതെ, നമസ്കാരം. നമസ്കാരം. ഇതിപ്പം ആക്ച്വലി ഇവർ കൊല്ലത്തുനിന്ന് കോഴിക്കോടേക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം MGയുടെ സർവീസ് ഇഷ്യൂമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് സംസാരിക്കാനുണ്ട്. അപ്പം നിങ്ങൾ വണ്ടി ഏതായിരുന്നു മോഡൽ? MG ZS EV. ZS EV എടുത്തിട്ട് എത്ര കാലമായി? 2023 നവംബറിലാണ് വണ്ടി ഡെലിവർ ആയതല്ലേ? ഇപ്പം ഏകദേശം എത്ര കിലോമീറ്റർ ഓടി? 436. വെറും 436 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിനുശേഷമാണ് നിങ്ങൾ പറഞ്ഞ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടന്നല്ലേ? അതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങൾ വേറെ ഉണ്ടല്ലേ? എന്നാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ആദ്യം മുതൽ ഒന്ന് പറയാൻ പറ്റുമോ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നുള്ളത്? അതെ, ഇലക്ട്രിക് വണ്ടി നല്ലൊരെണ്ണം എന്ന രീതിയിലാണ് MGയുടെ വണ്ടി നമ്മൾ എടുക്കാം എന്ന് കരുതിയത്. ഓക്കെ. അതിൻ്റെ പരസ്യങ്ങളും ബ്രോഷറൊക്കെ വായിച്ചിരുന്നു. 6 എയർ ബാഗ് ഉണ്ട്, പിന്നെ നല്ല മൈലേജ് ഉണ്ട് എന്നൊക്കെ അവരുടെ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ 2023 ഒക്ടോബർ മിഡ് ആ സമയത്താണ് കൊല്ലത്ത് കല്ലുംതാഴം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള MGയുടെ ഷോറൂം, MGയുടെ കൊല്ലം ഷോറൂം, MG കൊല്ലം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഫോർച്യൂൺ മലയാളം ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അവിടെ സമീപിച്ചു. നേരിട്ട് പോയി സംസാരിച്ചതിന് ശേഷം ബുക്ക് ചെയ്തു. വണ്ടി ബുക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞിരുന്നത് 3 ദിവസത്തിനുള്ളിൽ വണ്ടി ഡെലിവർ ചെയ്യാം. വാക്കാ പറഞ്ഞത് ഉറപ്പാണ്. കണ്ണൂരിൽ വണ്ടിയുണ്ട്, ഇവിടെ എടുപ്പിച്ചാമെന്ന് പറഞ്ഞു. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പം അവർ അറിയിച്ചു വണ്ടി ഇച്ചിരി ഡിലേ ആയി. പിന്നീട് അത് മനസ്സിലായത് സംസാരിച്ചെന്ന്. നമ്മുടെ ബുക്കിംഗ് എടുത്തതിന് ശേഷമാണ് അവർ കമ്പനിയിൽ ഓർഡർ കൊടുത്തിട്ട് വണ്ടി ഇറക്കിയത്. അറൗണ്ട് 2 വീക്സ് എടുത്തു വണ്ടി കൊല്ലത്തെത്താനായിട്ട്. എത്തുന്നതിനുള്ളിൽ തന്നെ നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തു. കാരണം പിറ്റേ ദിവസം ഇൻവോയ്സ് ആക്കി വണ്ടി ഇറക്കാമല്ലോ എന്ന് കരുതി. കാരണം ഇപ്പം പരിവാഹൻ വഴിയൊക്കെ വളരെ ഫാസ്റ്റാണ്. അതെ, ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു. അങ്ങനെ ലോണും എല്ലാം എടുത്ത് കൃത്യസമയത്ത് നമ്മൾ എമൗണ്ട് കംപ്ലീറ്റ് ഫുൾ ആൻഡ് ഫൈനൽ പേയ്മെൻറ്റ് നടത്തി. വണ്ടി വന്ന് ഇൻവോയ്സ് ആക്കി നമുക്ക് ഡെലിവറി ആക്കാമല്ലോ. പരിവാഹനിലൊക്കെയാണ് ഇപ്പം ഇൻവോയ്സ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ അന്ന് തന്നെ നമുക്ക് വണ്ടി നമ്പർ ഇഷ്യൂ ചെയ്യും. വളരെ ഫാസ്റ്റാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആദ്യം വണ്ടി വാങ്ങാൻ ചെന്ന ദിവസം തന്നെ ഓർഡർ കൊടുക്കാൻ ചെന്നത്, ഒക്ടോബർ ഹാഫിലേക്ക് ഓർഡർ കൊടുക്കാനായിട്ട് അവിടെ ചെന്ന ദിവസം തന്നെ അവർ തന്ന ഫോമിനകത്ത് അവരുടെ ഫോമുണ്ട്, പ്രിൻറ്റഡ് ഫോം അവർ കാണിച്ചു. അതിനകത്ത് തന്നെ ടാക്സ് എമൗണ്ടിൽ ഡിഫറൻസ് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ടാക്സ് സൈറ്റിൽ നോക്കിയിരുന്നു പരിവാഹനിൽ. അതിനുശേഷം അവർ ചോദിച്ചത് എങ്ങനെ അത് വർക്കൗട്ട് ചെയ്ത് എനിക്ക് വ്യത്യാസം കാണുന്നല്ലോ എന്ന് പറഞ്ഞു. അറൗണ്ട് 5,000 റുപ്പീസ് എക്സ്ട്രാ ആയിട്ട് ടാക്സ് എമൗണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. 5,000 ഡിഫറൻസ് ഞാൻ സൂചിപ്പിച്ചു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചതിന് ശേഷം എന്നിട്ട് അവർക്ക് തെറ്റ് പറ്റിയാതാ പ്രിൻറ്റഡ് ഫോമിലാണ് വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഞാൻ പറഞ്ഞ എമൗണ്ട് തന്നെയാണെന്ന് സമ്മതിച്ചു. അതിനുശേഷം ഇൻഷുറൻസിൻ്റെ കാര്യത്തെത്തിയപ്പോൾ അവർ പറഞ്ഞ എമൗണ്ട് 1 lakhന് എബവ് എമൗണ്ടാണ് ഇൻഷുറൻസ് എഴുതി തന്നിട്ടുണ്ട്. അപ്പം എനിക്കത് യുണൈറ്റഡ് ഇന്ത്യ 33,000 സംതിങ്ങിന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് 33,000 1 lakh സംതിങ് വരുന്നതായിട്ടുള്ള ആ ഡിഫറൻസ് എനിക്ക് അത്രയും വില കുറച്ചാണ് ഇഫക്റ്റ് കിട്ടുക. അവർക്ക് അത്രയും പ്രോഫിറ്റ് മാർജിൻ കുറയുകയും ചെയ്തു. അതിൻ്റെ ഒരു ദേഷ്യമായിരിക്കണം അവർ അന്നോട്ട് പിന്നീട് കാണിക്കുന്നത് മൊത്തം. പുറമെ കാണുമ്പോൾ നല്ല ഭവ്യതയൊക്കെയാണ്, നമ്മളെ തൊഴുതൊക്കെ നിന്ന് അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും അണ്ടർഗ്രൗണ്ടിലേക്ക് അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നീക്കി തുടങ്ങിയത് പിന്നീടാണ് മനസ്സിലായത്. അതായത് ഫുൾ ആൻഡ് ഫൈനൽ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് അവർ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചു. അതൊരു ഫ്രൈഡേ ആയിരുന്നു. പക്ഷേ അക്കൗണ്ട് ഡീറ്റെയിൽസ് വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് അവർ അയച്ചു തരുന്നത്. അതായത് ബാങ്ക് ടൈം കഴിഞ്ഞതിന് ശേഷം. സാറ്റർഡേ ഒരു 4th സാറ്റർഡേ ആയിരുന്നു. അപ്പം ബാങ്ക് അവധിയാണ്. അപ്പോൾ പിന്നെ തിങ്കളാഴ്ച എനിക്ക് എമൗണ്ട് റെമിറ്റ് ചെയ്യാൻ പറ്റൂ, അപ്പം അത്രയും ഡിലേ ആക്കാം. അവരുടെ പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞതിന് അതിൻ്റെ ഒരു പകവക്കൽ പോലെ എത്രത്തോളം നമ്മൾ താമസിപ്പിക്കാമോ അത്രത്തോളം താമസിപ്പിക്കാൻ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ പക്ഷേ ആ ഫ്രൈഡേ തന്നെ ബാങ്കിൻ്റെ മാനേജറടുത്ത് പറഞ്ഞിട്ട് അവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഒരു സാറ്റർഡേ ആയപ്പോഴത്തേക്ക് അവർ ഇൻവോയ്സ് ചെയ്ത് അതിൽ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കിയിട്ടില്ല. പിന്നെ മൺഡേ ആയപ്പോൾ അന്ന് തന്നെ റെഡിയാക്കി ചെയ്യാവുന്നതായിരുന്നു. കാരണം അന്ന് നമ്പർ അലോട്ട് ചെയ്ത് വണ്ടി ഇറക്കാവുന്നതായിരുന്നു. പക്ഷേ അന്നും അവർ ഡിലേഡ് ആക്കി. എനിക്ക് കറക്റ്റ് ബില്ല് തന്നു, വണ്ടിയുടെ ഇൻവോയ്സ് കറക്റ്റായിട്ട് തന്നു. എന്നിട്ട് അപ്ലോഡ് ചെയ്തപ്പം TCS 1% ടാക്സ് കളക്റ്റഡ് സോഴ്സ് എന്ന് പറഞ്ഞ ഭാഗം ഒഴിവാക്കി ഒരു ഫേക്ക് ബില്ല് ഉണ്ടാക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ആധാറും ഫാസ്ടാഗ് അപ്ലോഡ് ചെയ്തില്ല. അപ്പം RTOയുടെ നിന്ന് എനിക്ക് മെസ്സേജ് കിട്ടി ഇങ്ങനെ, ഫാസ്ടാഗ് നോട്ട് അപ്ലോഡഡ്, ആധാർ നോട്ട് അപ്ലോഡഡ്, TCS നോട്ട് മെൻഷൻഡ് ഇൻ ബിൽ ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ നോക്കി എനിക്കന്ന് ഇൻവോയ്സിനകത്ത് ഇതെല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ മറ്റേതിനകത്ത് അത് വന്നിട്ടില്ല. ഡിലേ ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്
ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ്, തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ്. ഫേക്ക് ബില്ല് ഉണ്ടാക്കാന്ന് വെച്ചാൽ ക്രിമിനൽ ഒഫൻസ് കൂടിയാണ്. അതിൻ്റെ സീരിയസ്നെസ് ഒക്കെ അവർക്ക് അറിയാൻ വയ്യാതൊന്നും യാതൊരു സാധ്യതയില്ല. എല്ലാവരും അറിയാവുന്ന ഈ ഫീൽഡിൽ നിൽക്കുന്നവരാണ്. വണ്ടിയുടെ ഡെലിവറി ഡിലേലാക്കാനായിട്ട് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്ത് വന്ന് അവസാനം നവംബർ 6-ാം തീയതി വണ്ടി തരാം എന്നുള്ള രീതിയിലായി. 6th തിങ്കളാഴ്ച ആണെന്ന് എൻ്റെ ഓർമ്മ. അന്ന് വണ്ടി എടുക്കാനായിട്ട് അവിടെ ചെന്നു. ഉച്ച കഴിഞ്ഞിട്ട് ചെന്നാമെന്ന് പറഞ്ഞു. ചെന്ന് നോക്കി വണ്ടി ഫൈനലായിട്ട് എടുക്കാമെന്ന രീതിയിൽ നിന്നപ്പോഴാണ് റെഡ് കളർ വണ്ടിയുടെ പുറത്ത് മൊത്തം വൈറ്റ് ഡോട്ട്സ് കാണും. പെയിൻറ്റ് സർഫസിലും പിന്നെ വിൻസ്ക്രീനിലും ഹെഡ്ലൈറ്റും അങ്ങനെ എല്ലാം പുറമെ നോക്കുമ്പോൾ എല്ലാം ടോട്ടലി വളരെ മൈന്യൂട്ടായിട്ടുള്ള തിൻ വൈറ്റ് കളർ ഡോട്ട്. അതിൻ്റെ വീഡിയോ വല്ലതുണ്ടോ കയ്യിൽ? അതിൻ്റെ വീഡിയോ ആയിട്ടില്ല. ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തുവെങ്കിൽ ഫോട്ടോയ്ക്കകത്ത് എൻ്റെ ഫോണിലാണ് ഫോട്ടോ എടുത്തത്. ഫോട്ടോയ്ക്കകത്ത് ആ ഡോട്ട്സ് കിട്ടിയിട്ടില്ല. പക്ഷേ അത് ഞാൻ അവരുടെ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്, ഡോക്യുമെൻ്റ് എഴുതി വാങ്ങിച്ചിട്ടുണ്ട് വണ്ടിയുടെ പുറത്ത് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ക്ലിയർ ചെയ്ത് തരാം. ആദ്യം അവർ പറഞ്ഞു ഫസ്റ്റ് സർവീസിന് വരുമ്പോൾ ക്ലിയർ ചെയ്ത് തരാം, ഇപ്പോൾ വണ്ടി ഞാൻ കൊണ്ടുവന്നൊക്കെ പറഞ്ഞു. നമ്മൾ പുതിയ വണ്ടിയാണ്, എടുക്കുമ്പോൾ അങ്ങനെ രീതി എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് അവർ വ്യക്തമായിട്ട് പറയുന്നില്ല. അത് പോളിഷ് ചെയ്യുമ്പോൾ തെറിച്ച് വീണല്ലോ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഉരുളാൻ തുടങ്ങി. അന്നേരം നമുക്കിത് നേരത്തെ ഒരു അനുഭവം വെച്ചിട്ട് അവരെന്തോ ചെയ്തതാണോ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യുമെന്ന് നമ്മളും കരുതിയില്ല. പുതിയ വണ്ടി, റെഡ് കളർ വണ്ടിയുടെ പുറത്ത് വൈറ്റ് പെയിൻറ്റ് അതുപോലത്തുള്ള സാധനങ്ങൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വെക്കും നമ്മളും കരുതുന്നില്ല. പിന്നെ വളരെ ക്രൂഡ് മെത്തേഡിലാണ് അവർ ക്ലീൻ ചെയ്യുന്നത്. ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ പിറ്റേന്ന് ചെന്ന് നോക്കി. എൻ്റെ അടുത്തൊന്ന് പിറ്റേന്ന് വൈകിട്ട് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നോക്കിയപ്പോഴാണ് എന്തോ ഒരു കല്ലുപോലൊരു സാധനം വെച്ചിട്ടൊരു ഉരയ്ക്കുകയാണ് പെയിൻറ്റ് പുറത്ത്. ഉരയ്ക്കുമ്പോൾ നമ്മൾ സൈഡിൽ ചരിഞ്ഞ് നോക്കുമ്പോൾ മൈന്യൂട്ട് സ്ക്രാച്ചസ് കാണാം. ഉരച്ചൊരിച്ച് കളഞ്ഞാൽ ബോഡി മൊത്തം ഗ്ലാസ് മൊത്തമാണ്. ഒരു ദിവസം 2 പേരിൽ നിന്ന് ഉരച്ചിട്ടാണ് ഇത്രയും മാറ്റുന്നത്. അപ്പോൾ പുതിയ വണ്ടിയിൽ ഒരാൾ എടുക്കാൻ ചെല്ലുമ്പം എത്രമാത്രം ബുദ്ധിമുട്ടിക്കാം അവരുടെ ഇങ്ങനെ അനുസരിച്ച് നമ്മൾ നിന്നില്ലെങ്കിൽ എത്രമാത്രം നമ്മളെ ബുദ്ധിമുട്ടിക്കാം എന്ന് ഗവേഷണം നടത്തുന്ന രീതിയിലാണ് അവരുടെ ഒരു പ്രവർത്തനങ്ങളെല്ലാം കാണുന്നത്, മൊത്തത്തിലുള്ള പെരുമാറ്റം. അങ്ങനെ വണ്ടി 7-ാം തീയതി വൈകിട്ട് ഡെലിവറി എടുത്തു. വീട്ടിൽ വന്നതിന് ശേഷമാണ് കാണുന്നത് ബാക്ക് സീറ്റിൽ ലെതർ സീറ്റ് കീറി കിടക്കുക. അത് നമ്മൾ ഡീലർ പോയിന്റ് വെച്ച് കാണാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല. എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞു. അവർ പറയുന്നത് നിങ്ങൾ കൊണ്ടുപോയി ചെയ്തതാണ് എന്ന് വേണേൽ അവർക്ക് ആരോപിക്കാം. പക്ഷെ നമ്മളൊന്ന് വീട്ടിൽ നിന്ന് നോക്കിയാൽ ബാക്ക് സീറ്റിൽ കീറിയിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ തടവി വിടുമ്പോഴത്തേക്ക് ഒരേ ലെവലിൽ നിൽക്കും. അറിയുന്നില്ല, ആൾ കയറി ഇരിക്കുകയോ അല്ലെങ്കിൽ കൈ പ്രസ് ചെയ്യുമ്പോഴാണ് ആ ലെവൽ വ്യത്യാസം കാണുന്നത്. അങ്ങനെ 7th വണ്ടി ഡെലിവറി എടുത്ത് കൊണ്ടുവന്നു. നവംബർ 7 വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് വണ്ടി തന്നത്. നവംബർ 11 സാറ്റർഡേ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് പള്ളിപ്പുറത്തിനടുത്ത് വെച്ചിട്ട് വേറൊരു വണ്ടി വന്ന് ഇതിലേക്ക് ഫ്രണ്ടിൽ ഇടിച്ച് കയറി. ഹെഡ് ഓൺ കൊളിഷൻ ആയിരുന്നു. ഫ്രണ്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ഇടിച്ച് കയറി നമ്മുടെ വണ്ടി നിരക്കി അങ്ങ് വെളിയിലേക്ക് റോഡ് പണി നടക്കുന്ന വലിയ കുഴി ഉണ്ടായിരുന്നു. അതിലേക്ക് പകുതി ചാഞ്ഞിട്ട് മറ്റേ ഇടിച്ച വണ്ടിയാണെങ്കിൽ ഇടിച്ചിട്ട് തെറിച്ച് 3 കരണം മറിഞ്ഞ് പോവുകയും ചെയ്തു. അത്രയ്ക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉള്ള ഒരു കൊളിഷനായിരുന്നു. എന്നിട്ടും വണ്ടിയുടെ എയർ ബാഗ് ഒന്നും ഡിപ്ലോയ്ഡ് ആയിട്ടില്ല. 6 എയർ ബാഗ്സ് എന്ന് അഡ്വർടൈസ്മെന്റിൽ MG പറയുന്നുണ്ടായിരുന്നു. 6 എയർ ബാഗ്സ് ഒന്നും ഡിപ്ലോയ്ഡ് ആയിട്ടില്ല. 1.9 ടണ്ണോ മറ്റോ ആണെന്ന് തോന്നുന്നു അതിന്റെ വെയിറ്റ് വണ്ടിയുടെ. അതുകൊണ്ടാണ് വണ്ടി കരണം മറിയാൻ അപ്സൈഡ് ഡൗൺ ആയില്ല. പക്ഷേ വണ്ടി നിരക്കി ഇടിച്ച് നിന്ന് പിന്നെ റിവേഴ്സിൽ നീക്കിക്കൊണ്ട് ആ കുഴിയുടെ അത്രയ്ക്ക് വലിയ ഇമ്പാക്റ്റ് ആയിരുന്നു. ഓൾട്ടോ 3 കാരണം മറിഞ്ഞു, റോഡിൽ തല കുത്തണം. അതിൻ്റെ സസ്പെൻഷനൊക്കെ സ്റ്റാർ ഉൾപ്പെടെ പൊട്ടി തെറിച്ച് പല സ്ഥലത്തായിട്ട് പീസായിട്ട് നടക്കുമായിരുന്നു. ആ സമയത്ത് അതുവഴി വന്ന നാറ്റ് ക്യാപ്പിലെ ഒരു മുൻ ഉദ്യോഗസ്ഥനാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നമ്മൾ ആക്സിഡന്റ് സൈറ്റ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുക, എയർ ബാഗ് വന്നില്ലല്ലോ എന്നുവെച്ചാൽ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് കണ്ടപ്പോൾ അപ്പോഴേ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പം എയർ ബാഗ് ഡിപ്ലോയ്ഡ് ആയിട്ടില്ല. വീട്ടിലെത്തിയ ശേഷം ശ്യാം പറയുമ്പോഴാണ് ആക്സിഡന്റ് പറ്റിയപ്പോൾ വണ്ടിയിലുണ്ടായിരുന്ന ഞങ്ങൾക്ക് 3 പേർക്കും പറ്റിയ പരിക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നോർത്തത്. സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നത് കൊണ്ട് വലിയ ബ്ലീഡിങ് ഉണ്ടാക്കുന്ന പരിക്കൊന്നും പറ്റിയില്ല. എൻ്റെ ഇടത് കൈ റെസ്റ്റ് ഡിസ്ലൊക്കേറ്റഡ് ആയി, പിന്നെ കുറേ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ തലയും ദേഹവും ഒക്കെ വണ്ടിയുടെ സൈഡ്സുമായിട്ടൊക്കെ ഇടിച്ച് ചതവ് ഉണ്ടായിരുന്നു. 3 പേർക്കും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ബോഡി സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു, അച്ഛന് ബ്ലീഡിങ് ഉണ്ടായിരുന്നില്ല. ഇതാണ് പരിക്കിൻ്റെ ഒരു സമ്മറി. അന്ന് രാവിലെ 11:25 TPMS നോട്ടിഫിക്കേഷൻ അനുസരിച്ച് രാവിലെ 11:25 ആക്സിഡൻറ്റ് നടന്നത്. അത് 10-15 മിനിറ്റിനുള്ളിൽ ആ വണ്ടിയുടെ ഫെസിലിറ്റി ഉപയോഗിച്ച് തന്നെ നമ്മൾ മാനുഫാക്ചറെ അറിയിച്ചു, MG കമ്പനിയെ അറിയിച്ചു. RSA ഉള്ള വണ്ടി വാങ്ങുമ്പോൾ വണ്ടിയുടെ കൂടെ RSA കൂടിയാണ് വരുന്നത്. എന്നിട്ട് RSA വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് വണ്ടി കുഴിഞ്ഞ് കയറ്റുന്നത് രാത്രി 8:30 ശേഷമാണ്. രാവിലെ 11:30 ശേഷം വിളിച്ച് പറഞ്ഞു രാത്രി 8:00. അത്ര ഡിലേ ആയി. ട്രിവാൻഡ്രം സിറ്റിയിലെ
തൊട്ടടുത്താണ് അവരുടെ ഷോറൂം കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് ഓരോരുത്തരും ഡിലേഡ് ആക്കി. അന്ന് പാലത്തെ മൊത്തം വെയിൽ കൊണ്ട് ഹൈവേ നിന്നു. അത് ഫാമിലി വൈകിട്ട് 4 മണിക്ക് ശേഷം മഴയുണ്ടായിരുന്നു. റോഡ് പണി നടക്കുന്നതുകൊണ്ട് അവിടെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വെള്ളമോ ഭക്ഷണമോ ഒന്നും കിട്ടാതെ ഒരു ഫുൾ ഡേ അവിടെ സ്റ്റാൻഡേർഡായിട്ട് നിന്നു ഹൈവേയിൽ. അത്രയ്ക്ക് വലിയൊരു അനുഭവമാണ് അന്നുണ്ടായത്. അതിനുശേഷം നവംബർ 29 വണ്ടി റീപ്ലേസ് ചെയ്യണം, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഡീലർക്കും മാനുഫാക്ചറർക്കും കൊടുത്തു. അന്ന് വൈകിട്ടാണ് ഈ HSRB നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ അവർ അപ്ലോഡ് ചെയ്തത്. എന്നിട്ട് അതിനുശേഷമാണ് എനിക്ക് RC ഇഷ്യൂ ചെയ്തത്. സുപ്രീം കോടതിയുടെ സമാന കേസിലൊരു വിധി ഉണ്ടായിരുന്നു, വണ്ടി റീപ്ലേസ് ചെയ്ത് കൊടുക്കണം എയർ ബാഗ് ഡിപ്ലോയ്ഡ് ആയിട്ടില്ലെങ്കിൽ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കോപ്പിയൊക്കെ വെച്ചിട്ട് ഡീലർക്കും മാനുഫാക്ചർക്കും MG കമ്പനിക്കും, ഫോർച്യൂൺ മലയാളം കൊല്ലത്തിനും MG കമ്പനിക്കും നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് റിസീവ് ചെയ്ത് അന്ന് ആ ദിവസമാണ് അവർ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം കാര്യങ്ങൾ കോടതിയിലേക്ക് പോകുമോ എന്നുള്ളത് പേടി വന്നതിന് ശേഷമാണ് അവർ HSRB നമ്പർ പ്ലേറ്റ് പരിവാഹൻ സൈറ്റ് അപ്ലോഡ് ചെയ്ത് എനിക്ക് RC പ്രിൻ്റ് ചെയ്യാൻ ഇഷ്യൂ ചെയ്യാനുള്ള നടപടിയായത്. അപ്പോൾ ഇത്രയും ഉള്ള അനുഭവങ്ങളാണ് ഒരു വണ്ടി വാങ്ങാൻ പോയതിൻ്റെ പുറത്തുണ്ടായത്. നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് അല്ലേ, കൊല്ലത്തുനിന്ന് നിങ്ങൾ കോഴിക്കോട് ഈ കാര്യം പറയാൻ വേണ്ടി വരണമെങ്കിൽ ആലോചിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ അനുഭവിച്ച. അതെ, അതിനുശേഷം ഡിസംബറിൽ കോടതിയെ സമീപിച്ചിരുന്നു. കോടതി കേസ് നടക്കുന്നുണ്ട്. കൺസ്യൂമർ കോർട്ട് കൊല്ലമാണ് കേസ് നടക്കുന്നുണ്ട്. അത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം വണ്ടി അവരുടെ MG കമ്പനിയുടെ കസ്റ്റഡിയിൽ കോട്ടയം സർവീസ് സെൻ്ററിലുണ്ട്. ഇപ്പോൾ വെറും 4 ദിവസം മാത്രമാണ് നിങ്ങൾ വണ്ടി 436 കിലോമീറ്റർ മാത്രമാണ് ആ വണ്ടി ഓടിയത്. അതേപോലെ വണ്ടി ഡെലിവറി ചെയ്തതിന് ശേഷം വണ്ടിയുടെ ഒപ്പം തരേണ്ട യൂസേഴ്സ് മാനുവൽ, സർവീസ് ബുക്ക് അതൊന്നും അവർ തരാൻ കൂട്ടാക്കിയിട്ടില്ല, ചോദിച്ചിട്ട് തന്നിട്ടില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. സർവീസ് ചെയ്യാൻ വണ്ടി നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കൂടുതൽ അത് ടേക്കപ്പ് ചെയ്യേണ്ടി വന്നിട്ടില്ലെങ്കിൽ പോലും വണ്ടി വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കൊടുക്കേണ്ടതാണ് യൂസേഴ്സ് മാനുവലും സർവീസ് ബുക്കും. വണ്ടി വാങ്ങുന്ന സമയത്ത് ചാർജർ അവർ ഇൻസ്റ്റാൾ ചെയ്ത് തരണം, അത് ചെയ്തിട്ടില്ല. ചാർജർ വണ്ടിയിൽ വരുന്ന ചാർജർ അവർ വീട്ടിൽ വന്നിട്ട് അവരുടെ പേഴ്സണൽസാണ് വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരേണ്ടത്. അത് ചാർജറിൻ്റെ വാറണ്ടി കണ്ടീഷനിൽ അത് പറയുന്നുണ്ട്. ചാർജറിൻ്റെ വാറണ്ടി കിട്ടണമെങ്കിൽ MGയുടെ പേഴ്സണലാണ് ഇൻസ്റ്റാൾ ചെയ്ത് തരണമെന്ന്. പക്ഷേ അതിന് അവർ തയ്യാറായിട്ടില്ല. പിന്നെ വണ്ടി ആക്സിഡൻ്റ് ആയതിനു ശേഷം മാനുഫാക്ചർ, അതായത് MGയുടെ കസ്റ്റഡിയിൽ കോട്ടയം സർവീസ് സെൻ്ററിൽ കിടക്കുമ്പോൾ സമയത്ത് നമ്മൾ കേസ് കോടതി കിടക്കാറ്, നമ്മൾ വണ്ടി റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ എനിക്ക് ലെറ്റർ അയച്ചു, വണ്ടി കേടുപാട് എന്തെങ്കിലും പറ്റിയാൽ അവർക്ക് ഉത്തരവാദിത്വമില്ല എന്ന രീതിയിൽ, ത്രെട്ട് എന്ന രീതിയിലുള്ള ടോണിലാണ് ഒരു ലെറ്റർ അയച്ചത്. ഇമെയിലായിട്ടും പോസ്റ്റിലും അയച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടി അവിടെ കിടക്കുമ്പോൾ, മാനുഫാക്ചറുടെ കസ്റ്റഡി കിടക്കുമ്പോൾ, കോട്ടയം സർവീസ് സെൻ്ററിൽ കിടക്കുമ്പോൾ വണ്ടിയുടെ GPS സിസ്റ്റം അവരത് അഴിച്ചു മാറ്റിയിട്ട് വേറെ വണ്ടി വെച്ച് കൊടുത്തു. അതിൻ്റെ നോട്ടിഫിക്കേഷൻ എൻ്റെ മൊബൈലിൽ കിട്ടിയിരുന്നു. അത് നമ്മൾ ടേക്കപ്പ് ചെയ്തപ്പോഴാണ് പിന്നീട് അവരത് അഴിച്ചു മാറ്റി അവരുടെ കസ്റ്റഡിയിൽ തന്നെ വെച്ചേക്കുന്നത്. അതുപോലുള്ള പരിപാടികളാണ് അവർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് അറൗണ്ട് 27 lakhs ആണ് മൊത്തം ഈ ഒരു വണ്ടിയുടെ പുറത്ത് ചിലവ് വന്നിരിക്കുന്നത്. വണ്ടിയും ഇല്ല, പൈസയും ഇല്ല, ബാങ്ക് ലോണ് അടക്കം ചെയ്യുന്നു, അത് അടക്കം ചെയ്യണം. ഇപ്പം MGക്ക് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് കുറേ ഡീലേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, ഒന്നിൽ കൂടുതലുണ്ട്. അപ്പം നിങ്ങളുടെ ഡീലേഴ്സിൻ്റെ പേരെന്തായിരുന്നു എന്ന് പറഞ്ഞാൽ? ഫോർച്യൂൺ മലയാളം ഓട്ടോമൊബൈൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, അത് കൊല്ലത്ത് മാത്രമേ ഉള്ളൂ? കൊല്ലവും ട്രിവാൻഡ്രവും കണ്ണൂരും ഒക്കെ ഉണ്ടെന്നാണ് അറിവ്. അതെ, അപ്പം അവരാണ് ഇപ്പം നിങ്ങൾക്ക് തലവേദനയായിരിക്കുന്നത് അല്ലേ? അവരാണ് വണ്ടി വാങ്ങാൻ ചെന്നപ്പോൾ തൊട്ട് തലവേദന. പിന്നെ ശരി, ആക്സിഡന്റ് പറ്റിയതിന് ശേഷം മാനുഫാക്ചറും ഇതുപോലെ നോട്ടീസ് കൊടുത്തിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, വണ്ടി നമ്മളെ വിഷയത്തിന് ഇടപെടുക, പരിഹരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെയാണ് പിന്നീട് കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ഇതിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അല്ലേ? അതെ, ഒരു വണ്ടി വാങ്ങാനായിട്ട് ഏത് വണ്ടി ആയാലും, ഇപ്പം ഐസ് ആയാലും EV ആയാലും വണ്ടി വാങ്ങാൻ ചെല്ലുമ്പോൾ അവരുടെ ഡീലിങ്സിൽ ഓരോ പേപ്പേഴ്സും നമ്മൾ നോക്കി വെരിഫൈ ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. എന്തായാലും ഇത്രയും ദൂരം വന്നതിൽ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. വളരെ സന്തോഷം കാണാൻ സാധിച്ചത്. താങ്ക് യു വെരി മച്ച്.